ബി.ജെ.പിക്ക് തിരിച്ചടി. നേതാക്കൾ കൂട്ടത്തോടെ കോൺഗ്രസിൽ ചേർന്നു. മണിപ്പൂരിൽ ബി.ജെ.പിക്ക് വൻ തിരിച്ചടി. മുൻ എം.എൽ.എ അടക്കം 4 പ്രമുഖ നേതാക്കൾ കോൺഗ്രസിൽ ചേർന്നു. മണിപ്പൂരിലെ വർഗീയ കലാപം ബി.ജെ.പിക്ക് വൻ തിരിച്ചടിയാകുമെന്ന ആശങ്ക നിലനിൽക്കെയാണ് ബി.ജെ.പിയിൽ നിന്ന് മുതിർന്ന നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക്. സംസ്ഥാനത്ത് ഇന്നും നാളെയും വിവിധ ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 9 ജില്ലകളിലാണ് ഇന്ന് മഴ സാധ്യതയുള്ളത്. നേരിയതോ മിതമായതോ ആയ മഴയാണ് പ്രവചിക്കപ്പെടുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകളിലാണ് മഴയ്ക്ക് സാധ്യതയുള്ളത്. കൂടാതെ നാളെ 8 ജില്ലകളിലും വ്യാഴാഴ്ച 7 ജില്ലകളിലും മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിലാണ് നാളെ മഴ പെയ്യാൻ സാധ്യത. ഏപ്രിൽ 4-ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി എന്നീ ജില്ലകളിലും നേരിയ മഴ ലഭിച്ചേക്കാം. ഇത്തരം ഡ്രൈവർമാർ വേണ്ട. KSRTC ഡ്രൈവറെ പിരിച്ചുവിട്ടു. കോട്ടയം കളത്തിപ്പടി അപകടവുമായി ബന്ധപ്പെട്ട് KSRTC ഡ്രൈവറെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു. കഴിഞ്ഞ വെള്ളിയാഴ്ച തിരുവല്ല ഡിപ്പോയിൽ നിന്ന് മധുരയിലേക്ക് പോവുകയായിരുന്ന സൂപ്പർ ഫാസ്റ്റ് ബസ്സായിരുന്നു അപകടത്തിൽപ്പെട്ടത്. KSRTC CMDയുടെ നിർദ്ദേശാനുസരണം വിജിലൻസ് വിഭാഗം നടത്തിയ അന്വേഷണത്തിൽ ബസ് ഡ്രൈവറുടെ അമിത വേഗതയും അശ്രദ്ധമായ ഡ്രൈവിംഗും കാരണമാണ് അപകടമുണ്ടായതെന്ന് കണ്ടെത്തി. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഡ്രൈവർ V. ബ്രിജേഷിനെ KSRTC സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടത്. മാർച്ച് 29-നാണ് കളത്തിപ്പടിയിൽ വെച്ച് തിരുവല്ല ഡിപ്പോയിൽ നിന്ന് മധുരയിലേക്ക് പോവുകയായിരുന്ന സൂപ്പർ ഫാസ്റ്റ് ബസ്സിടിച്ച് ഇരുചക്ര വാഹന യാത്രികൻ മരിച്ചത്. ഇതേസമയം KSRTC ബസ്സുകൾ ഉൾപ്പെടുന്ന അപകടം കുറയ്ക്കുവാനും ജീവനുകൾ നിരത്തുകളിൽ പൊലിയാതിരിക്കുവാനും ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം KSRTC ചെയർമാൻ പ്രമോദ് ശങ്കറിന്റെ നേതൃത്വത്തിൽ സമഗ്രമായ കർമ്മ പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുകയാണ്. ശോഭ സുരേന്ദ്രനെതിരെ മാനനഷ്ട കേസ്. ആലപ്പുഴയിലെ NDA സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രനെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്ത് AICC ജനറൽ സെക്രട്ടറിയും കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമായ KC വേണുഗോപാൽ. ആലപ്പുഴ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് KC വേണുഗോപാൽ ഇന്ന് നേരിട്ടെത്തി പരാതി നൽകിയത്. KC വേണുഗോപാലിന് വേണ്ടി മാത്യു കുഴൽനാടൻ കോടതിയിൽ ഹാജരായി. 2004-ൽ രാജസ്ഥാനിലെ അന്നത്തെ ഖനമന്ത്രി ശ്രീഷ്റാം ഓലയുമായി ചേർന്ന് കരിമണൽ വ്യവസായികളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ കൈക്കൂലി വാങ്ങി എന്ന ശോഭയുടെ ആരോപണത്തിനെതിരെയാണ് കേസ്. രാജസ്ഥാനിലെ മുൻ ഖനന വകുപ്പ് മന്ത്രി കിഷോറാം ഓലയുടെ സഹായത്തോടെ കേരളത്തിലെ ധാതുക്കളെല്ലാം കവർന്നെടുത്ത് വേണുഗോപാൽ കോടികൾ ഉണ്ടാക്കിയെന്നായിരുന്നു ശോഭ ആരോപിച്ചിരുന്നത്. വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് സ്ഥാനക്കയറ്റം. സംസ്ഥാന GST വകുപ്പിലെ സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി ജോലിയിൽ സ്ഥാനക്കയറ്റം നേടിയെന്ന് പരാതി. ബിരുദ സർട്ടിഫിക്കറ്റും വകുപ്പ് തല പരീക്ഷാ സർട്ടിഫിക്കറ്റും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഇതുവരെ ഹാജരാക്കിയിട്ടില്ല. ബിരുദവും വകുപ്പ് തല പരീക്ഷയും പാസ്സായതിന് തെളിവില്ല എന്ന് കണ്ടെത്തിയ GST ഡെപ്യൂട്ടി കമ്മീഷണറുടെ റിപ്പോർട്ട് മുഖ്യമന്ത്രിയും ധനമന്ത്രിയും കണ്ടിട്ടും നടപടി എടുക്കാതെ പൂഴ്ത്തിയെന്നും അന്വേഷണത്തിൽ വ്യക്തമായി. കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശിയായ SB അനിൽ ശങ്കർ 20 വർഷങ്ങൾക്ക് മുൻപാണ് ആശ്രിത നിയമനത്തിലൂടെ ക്ലർക്കായി നികുതി വകുപ്പിൽ ജോലിയിൽ പ്രവേശിച്ചത്. അടുത്ത സ്ഥാനക്കയറ്റമായ UD ക്ലർക്ക് പോസ്റ്റിലേക്ക് മാറണമെങ്കിൽ PSC നടത്തുന്ന വകുപ്പ് തല പരീക്ഷയായ ജനറൽ സെയിൽസ് ടാക്സ് ടെസ്റ്റും പാസ്സാവണം. എന്നാൽ പാസ്സായ മറ്റ് വകുപ്പ് തല പരീക്ഷകളുടെ കൂടെ ഇതും പാസ്സായതായി കാണിച്ച് സ്ഥാനക്കയറ്റം നേടിയെന്നാണ് പരാതിയിൽ പറയുന്നത്.